ഹായ്, എല്ലാവർക്കും ഒരു പരാതിയാണ് നമ്മുടെ ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാന്നുള്ളത്. അത് പരിഹരിക്കാനുള്ള ഒരു അടിപൊളി ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്തു നോക്കാൻ മറക്കരുത്. മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു പകുതി ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ നെറ്റ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് തീർന്നു പോകും. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും പ്രശ്നമാണ് ബാറ്ററി അങ്ങോട്ടേക്ക് തീർന്നു പോകുക എന്നുള്ളത്. അപ്പൊ നമുക്ക് പിന്നെയും 2-3 പ്രാവശ്യം ഒരു ദിവസം ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി അടിപൊളി ഒരു സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ആ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐക്കൺ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെന്ന് നോക്കുക. അവിടെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ? ഈ ആപ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഈ ആപ്പ് മാനേജ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഇത്രയും അധികം ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്തിട്ടാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മളെ ബാറ്ററി ഇത്രയധികം തീർന്നത്. പക്ഷെ അതിനുള്ള അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ ഈ സെറ്റിംഗ്സിൽ കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനുണ്ട്. ഞാൻ കുറച്ച് സെറ്റിംഗ്സിൽ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കണ്ടാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ആ ബാറ്ററിയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാറ്ററിന്റെ പെർസെന്റേജ് എത്രയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കാണിക്കേണ്ടത്, എത്ര മണിക്കൂർ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ ബാലൻസ് എത്ര മണിക്കൂർ കൂടി വർക്ക് ചെയ്യാനുള്ളത്. പക്ഷെ ഇതൊക്കെ ഞാൻ കൂട്ടിത്തരുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വേണം ചെയ്യണമെങ്കിൽ. ഇവിടെ നമുക്ക് ബാറ്ററി യൂസേജ് ബൈ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ, ഏറ്റവും മുകളിലായിട്ട് ബാറ്ററി യൂസേജ് ബൈ ആപ്സ് എന്നുള്ളത്. അപ്പം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്, അതിന്റെ ഒരു ഗ്രാഫൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ബാറ്ററി യൂസേജിന്റെ ഒരു ഗ്രാഫൊക്കെ, ഏത് സമയത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഒപ്റ്റിമൈസ് ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതുപോലത്തെ ഒരു സെറ്റിംഗ്സ് ഈ ബാറ്ററിന്റെ ഉള്ളിലുണ്ട്. പലർക്കും ഇത് അറിയാത്തതാണ്. ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ബാറ്ററി ലൈഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഒരു 4-5 സെറ്റിംഗ്സുകൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 8-10 മിനിറ്റുള്ളത് നമുക്ക് മണിക്കൂറുകളോളം നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഫസ്റ്റ് പറയുന്നത് നമുക്ക് ഇവിടെ ടേൺ ഓഫ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 1 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് നമുക്ക് ലാഭിക്കാം, അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് വളരെയധികം ലാഭിക്കാൻ പറ്റും എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ടിക്ക് ഉണ്ടല്ലോ ഇവിടെ ചെക്ക് ബോക്സ് കാണുന്നില്ലേ, അവിടെ നിന്ന് ടിക്ക് കൊടുത്തിട്ട് ആ സമയം മാറുന്നോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. ജസ്റ്റ് ഞാൻ ടിക്ക് കൊടുത്ത സമയത്ത് ഇവിടെ കണ്ടില്ല, മണിക്കൂറുകളോളം നമുക്കത് ബാറ്ററി ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. 1 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നെറ്റ് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയും ഉണ്ട് ഇതുപോലെ തന്നെയുള്ള കുറെ ഓപ്ഷൻസ് ഇവിടെ താഴേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത്. അപ്പൊ നമ്മൾ മണിക്കൂർ നിങ്ങൾ നോക്കണം എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട്, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് ടേൺ ഓൺ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഓട്ടോ ബ്രൈറ്റ്നസിന്റെ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും അത് ഓഫ് ചെയ്ത് വെക്കാൻ, ഓൺ ചെയ്ത് വെക്കാനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചില സമയങ്ങളിൽ അത് ബ്രൈറ്റ്നസ് വേണ്ട സമയത്ത് മാത്രമേ അത് ബ്രൈറ്റ്നസ് വരുള്ളൂ. അപ്പൊ അതുകൂടി ടിക്ക് ചെയ്ത സമയത്ത് നോക്കൂ, ഇവിടെ എത്രത്തോളം ഒരു 4-5 മിനിറ്റ് നമുക്ക് കൂടുതൽ ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളോട് പറയുന്നത് നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ് ആപ്സ്, ചില ബാറ്ററി ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ കുറെ അധികം ബാറ്ററി നഷ്ടപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ ടിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് നോക്കണം. നമുക്ക് മിനിറ്റുകളോളം നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആക്കുന്നത്. അപ്പൊ അതൊന്ന് ടിക്ക് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ മുകളിലേക്ക് ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് ഓപ്ഷൻസ് കൂടെ താഴെയുണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇവിടെ കാണിക്കുന്നുണ്ട് ചേഞ്ച് ഓട്ടോ സ്ക്രീൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള സെറ്റിംഗ്സിലൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഒരു ഓപ്ഷൻ പോലും നിങ്ങൾ വിട്ടുപോകരുത്. അത്രത്തോളം നിങ്ങൾക്ക് ബാറ്ററി നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മളോട് പറയുന്നത്, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇവിടെ നമുക്ക് ഹൈ പെർഫോമൻസ് മോഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസേബിൾ ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ്നസ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്തെല്ലാമാണ് ബ്രൈറ്റ്നസ് കൂടി കിടക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ഇതേപോലെയുള്ള സെറ്റിംഗ്സുകളൊക്കെ ഇവിടെ കണ്ടില്ലേ, ടേൺ ഓഫ് ഡാർക്ക് മോഡ്, ടേൺ ഓൺ ഡാർക്ക് മോഡ്. അപ്പം നമ്മുടെ ഫോണിൽ എപ്പോഴും ഡാർക്ക് മോഡ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാറ്ററി ലാഭിക്കാൻ പറ്റും. ഏറ്റവും താഴെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്, സേവ് പവർ മോഡിലേക്ക് ആക്കി കൊടുക്കാൻ കൂടി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെയധികം നമുക്ക് പവർ ലാഭിക്കാൻ പറ്റും, അതായത് ബാറ്ററി ലാഭിക്കാൻ പറ്റും. പക്ഷെ ചില സമയത്ത് നമുക്ക് ലൊക്കേഷന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടേൺ ഓൺ ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ബാറ്ററി ലാഭിക്കാൻ പറ്റും. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ നോക്കി നോക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് സേവ് പവർ എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാരും വിട്ടുപോകരുത്. ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതെല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ വരുന്ന സേവ് പവർ എന്നുള്ള കാര്യം ടിക്ക് ചെയ്താൽ നല്ല പോലെ നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റും. എല്ലാവരും ചെയ്തിട്ട് കമന്റ് അറിയിക്കാൻ മറക്കരുത്.